ഇന്ന് രാത്രിയിലും ദൈവവചനം കേൾക്കുവാൻ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് വിശേഷാൽ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. എൻ്റെ ബാല്യകാലത്ത് എനിക്ക് വചനം പറഞ്ഞതിനുള്ള ബഹുമാനിയായ പല കർത്തദാസന്മാരും കടന്നു വന്നിട്ടുണ്ട്. ബ്രാഹ്മണ അതുപോലെ പാടമച്ചാന, അങ്ങനെയുള്ള ബഹുമാനിയായ യുവദാസന്മാർ പലരും ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ബോധപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗത്ത് നിന്ന് ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആമുഖമായി സഭയും വിശ്വാസിയും എന്നുള്ള വിഷയം നാം ചിന്തിക്കുകയുണ്ടായി. സാർവത്രിക സഭ, യൂണിവേഴ്സൽ ചർച്ച്, അതുപോലെ പ്രാദേശിക സഭ, ലോക്കൽ ചർച്ച്, ഈ കാര്യങ്ങൾ ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. പ്രാദേശിക സഭയുടെ ദൗത്യം, അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തോടും ദൈവജനത്തോടും അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളോടും സ്നേഹത്തിലായിരിക്കണം എന്നുള്ള കാര്യം കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുവിശ്വാസികളെ സ്നേഹിക്കണം. ഇതാണ് നമ്മൾ പ്രാദേശിക സഭയുടെ ദൗത്യത്തിൻ്റെ ആദ്യത്തെ പോയിന്റായിട്ട് കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞ് തുടങ്ങിയത്. അതിൽ സ്നേഹത്തിൻ്റെ 14 ഗുണങ്ങൾ 1 Corinthians 13-ാം അധ്യായത്തിൽ നിന്ന് നാം വായിക്കുകയുണ്ടായി. അതിലെ ഒരു കാര്യം നാം ചിന്തിക്കുകയുണ്ടായി. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, അസൂയാലുവാകുന്നില്ല എന്നുള്ള വിഷയമാണ് നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ന് രാത്രിയിൽ ആ ദൈവസ്നേഹത്തെ കുറിച്ച് തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രാദേശിക സഭയുടെ ദൗത്യത്തിന്റെ ഒന്നാമത്തെ പടിയാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവമക്കളെ സ്നേഹിക്കുക, കൂട്ടുവിശ്വാസികളെ, സഹവിശ്വാസികളെ സ്നേഹിക്കുക. അതിൽ നമ്മൾ ചിന്തിച്ചതുപോലെ സ്നേഹം അസൂയാലുവാക്കുന്നില്ല. രണ്ടാമതായ ഭാഗത്ത് നിന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും, സ്നേഹം നിഗളിക്കുന്നില്ല. നിഗളത്തിന്റെ ആരംഭം നമുക്കറിയാം, ലൂസിഫറിൽ നിന്നാണ് അത് ആരംഭിച്ചത്. യശയ്യാപ്രവചന പുസ്തകം 14-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. അങ്ങനെ ദൈവം ലൂസിഫറിനെ നിഗള നിമിത്തം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ വിഷയം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹം ഒരിക്കലും നിഗളിക്കുന്നില്ല. പ്രാദേശിക സഭകളിൽ നിഗളം പാടില്ല. സ്പിരിച്വൽ ഷോ ഓഫ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയുവാനായിട്ട് കഴിയും. ആത്മീയമായ അഹന്ത പ്രാദേശിക സഭകളിലുള്ള വിശ്വാസികളിൽ ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല. നമുക്കറിയാം, സദൃശവാക്യങ്ങൾ, രോഗബന്ധത്തിൽ അനേക വാക്യങ്ങളുണ്ട്. അഹങ്കരിച്ചാലുള്ള വീഴ്ചയെക്കുറിച്ച് ശലോമോൻ അനേക ആവർത്തി ആ കാര്യങ്ങൾ സദൃശവാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം, താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാണ്. ഇങ്ങനെയുള്ള വാക്യങ്ങൾ ധാരാളം നമുക്ക് സദൃശവാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രാദേശിക സഭയിൽ നാം ആയിരിക്കുമ്പോൾ ഒരിക്കലും ആത്മീയമായ അഹന്ത ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല. ആത്മീയമായ അഹന്ത അല്ലെങ്കിൽ സ്പിരിച്വൽ ഷോ ഓഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ കുറിച്ച് ഞാൻ ഏതോ വലിയ മനുഷ്യനാണ്, വലിയ വ്യക്തിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണത. Others should feel that you are superior. നാം സുപ്പീരിയറാണ്, നാം ഏതോ വലിയ വ്യക്തിയാണ്, സഭയിലെ മുഖ്യ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണെന്നുള്ള ചിന്ത ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ മനസ്സിൽ കടന്നു വരുവാൻ പാടുള്ളതല്ല. ഇതേപോലെ ഞാനിങ്ങനെ പറയട്ടെ, നാം സങ്കീർത്തനങ്ങൾ വായിക്കുന്നല്ലോ, മനുഷ്യൻ ഉറച്ചു നിന്നാൽ കേവലം ഒരു ശ്വാസം അത്രേ, നമ്മുടെ ജീവിതം അത്രയേ ഉള്ളൂ. നാം എടുക്കുന്ന ഈ ശ്വാസം നമുക്ക് പുറത്തേക്ക് വിടുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചു. നമുക്കറിയാം, എഴുത്ത് നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കണ്ടവരെല്ലാം അവർ എത്രയോ നിസ്സാരന്മാരാണ് എന്നുള്ള വസ്തുത അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. യോബിന്റെ ചരിത്രം നമുക്കറിയാം. 40-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം താൻ ദർശിച്ചപ്പോൾ യോബ് പറയുകയാണ്, ഞാൻ എത്രയോ നിസ്സാരനാണ്. താൻ വലിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്, പക്ഷേ ദൈവത്തിന്റെ മഹത്വം താൻ ശരിക്കും കണ്ടപ്പോൾ എത്രയോ നിസ്സാരനാണ്.
കുമ്പസാരനാണ്. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നാം വായിക്കുന്നു, പത്മോസ് ദ്വീപിൽ ദൈവത്തിന്റെ മഹത്വം താൻ ദർശിച്ചപ്പോൾ താൻ മരിച്ചവനെ പോലെയായി. പത്രോസിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്, കർത്താവിന്റെ അരികിലേക്ക് വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവ് പത്രോസിന്റെ അരികിലേക്ക് വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ ഓരോ പ്രാദേശിക സഭകളിലുള്ള എല്ലാ വിശ്വാസികളും അവർ നിഗളമില്ലാതെ താഴ്മയോടെ വിനയത്തോടെ ജീവിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാനിങ്ങനെ ഒരു മാഗസിനിൽ ഒരു ഉദ്ധരണി വായിച്ചിട്ടുള്ളത്, അത് ഇങ്ങനെയാണ്: empty trucks makes more noise. ഒഴിഞ്ഞു പോകുന്ന ലോറികൾ അല്ലെങ്കിൽ ട്രക്കുകളൊക്കെ കൂടുതൽ ശബ്ദം ഉണ്ടാകും. ഒരു വസ്തുവല്ലേ, നമുക്കറിയാം, റോഡിൽ കൂടെ ഒഴിഞ്ഞു പോകുന്ന ലോഡില്ലാതെ ലോറി പോയാൽ പിന്നെ കടുപിട ശബ്ദമായിരിക്കും. എന്നാൽ ഒരു ഫുൾ ലോഡോടുകൂടെ ഒരു ലോറി പോയാൽ ഒരു ശബ്ദവും ഉണ്ടാകുകയില്ല, വളരെ സൈലന്റ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതിന് തക്കവണ്ണമുള്ള കട്ടറായിരിക്കണം, കുഴികളായിരിക്കണം, അല്ലെങ്കിൽ ആ ലോറി പോകുന്നത് അറിയത്തുപോലുമില്ല എന്ന് പറയുന്നത് പോലെ ഈ സ്പിരിച്വൽ ഷോ ഓഫ് കാണിക്കുന്നവർ, ആത്മീയമായ അഹന്തയോടുകൂടെ പ്രാദേശിക സഭകൾ പെരുമാറുന്നവർ, അവർ ഉള്ളിലേക്ക് നോക്കിയാൽ ഉള്ളു വെറും പൊള്ളയായിരിക്കും. ആത്മീയമായ ഒരു വളർച്ചയോ നന്മയോ അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ സ്നാപകൻ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞത്? കർത്താവിന്റെ അരികിലേക്ക് വന്നപ്പോൾ പറഞ്ഞ്, അവൻ വളരെയണം, ഞാനോ കുറയണം. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നാം ആയിരിക്കുന്ന പ്രാദേശിക സഭകളിൽ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സഭകളൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും, യാതൊരു സംശയമില്ല. വില്യം കേറിയെ കുറിച്ച് ഞാൻ ജീവചരിത്രം വായിച്ചപ്പോൾ തന്റെ മനോഭാവത്തെയും തന്റെ വിനയത്തെ കുറിച്ച് ഒരു ചിന്ത എന്റെ മനസ്സിനെ സ്പർശിച്ചു. അതിങ്ങനെയാണ്: താന് കൽക്കട്ടയില് ആ കാലയളവിൽ വലിയൊരു വിരുന്ന് അവിടെയുള്ള ഗവർണർ ലോർഡ് ഒരുക്കിയുണ്ടായി. ആ വിരുന്ന് ഒരുക്കിയപ്പോൾ ഈ ബ്രിട്ടീഷ് ഗവർണർ വന്ന് വില്യം കേറിയെ ഒന്ന് കളിയാക്കുവാൻ, കാരണം നമുക്കറിയാം, മുസ്ലിംമാർ വരുന്ന ഒന്നും ബ്രിട്ടീഷ് ഗവൺമെന്റിനൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇവിടെയുള്ള പാവപ്പെട്ടവരെ ഉദ്ധരിക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ വില്യം കേറിയെ കുറിച്ച് നല്ല കേൾവി ഈ ഗവർണർക്ക് ലഭിച്ചിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അനേക നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഈ ഗവർണർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ വില്യം കേറിയെ ഒന്ന് ഇരുത്തുവാനായിട്ട്, ഒന്ന് ഇകഴ്ത്തുവാനായിട്ട് ഈ ഗവർണർ ഇങ്ങനെ പറഞ്ഞു: വില്യം കേറി, താൻ ഒരു ഷൂ മേക്കർ അല്ലേ, അവിടെ നിന്നല്ലേ താൻ വരുന്നത്? അപ്പം വില്യം കേറി പറഞ്ഞു, ഞാനൊരു ഷൂ മേക്കർ അല്ല, ഞാൻ വേറൊരു ചെരുപ്പ് കുത്തിയാണ്. ഷൂ മേക്കർ എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ താഴെ ഒരു ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഗവർണറെ എന്ന് മറുപടി പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എത്ര വലിയൊരു വിനയമാണ്, താഴ്മയാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു വില്യം കേറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രാദേശിക സഭ, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാദേശിക സഭയിൽ വിനയത്തോടെ താഴ്മയോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ, ശുശ്രൂഷിക്കുവാൻ സാധിക്കുമെങ്കിൽ, പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ സഭകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് സ്നേഹം ഒരിക്കലും നിഗളിക്കയില്ല. ദൈവത്തോടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം. അതോടൊപ്പം സഹവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, കൂട്ടുവിശ്വാസികളുടെ ബന്ധത്തിൽ സ്നേഹത്തോടെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നിഗളഭാവം ഒരിക്കലും കടന്നു വരികയില്ല എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. മൂന്നാമതായി ഈ ഭാഗത്ത് പൗലോസ് പറയുന്നത് ദോഷം കണക്കിടുന്നില്ല. സ്നേഹം ദോഷം കണക്കിടുന്നില്ല, അല്ലെ? ഇന്ന് ഈ പ്രാദേശിക സഭയിൽ ഇത് പ്രായോഗികമായ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. ഇന്ന് സഭകളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്ത് ചില ആശയങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദോഷം കണക്കിടുന്നില്ല, സ്നേഹം ദോഷം കണക്കിടുന്നില്ല. ഇന്ന് പ്രാദേശിക സഭകളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, അനേക സഭകളുടെ പ്രശ്നം എന്താ? കൂട്ടുവിശ്വാസികളുടെ ദോഷം കണക്കിടുക, അത് എഴുതി വെക്കുക, എന്നിട്ട് അവനെ കുറ്റം പറയുക. ഇതാണ് പലർക്കും നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അത് നമുക്ക് പറയുക, നമുക്ക് അങ്ങനെ ചെയ്യുവാനുള്ള അവകാശമുണ്ടോ? റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് പാപം
കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയെങ്കിൽ നാം എത്രയോ ഭാഗ്യം ചെന്നവരാണ്. നമ്മുടെ പാപം കർത്താവ് കണക്കിട്ടോ? പിതാവായ ദൈവം കണക്കിട്ട് തന്റെ പുത്രന്മേലാണ്, നമ്മുടെ മേൽ കണക്കിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ സഹവിശ്വാസികളുടെ പാപം, അവരുടെ തെറ്റുകുറ്റങ്ങൾ അത് കണക്കിടാതെ മുന്നോട്ട് നീങ്ങുവാൻ നമുക്കിടയാണ്. നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. അപ്പോൾ കർത്താവ് നമ്മുടെ പാപം കണക്കിട്ടില്ല. നമ്മുടെ പാപം അത് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഇട്ട് കളഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെ പ്രാദേശിക സഭകളിൽ മറ്റുള്ളവരുടെ പാപം അത് കണ്ട് സന്തോഷിക്കുവാനായിട്ട് ഒരിക്കലും നാം തുനിയരുത്. മറ്റുള്ളവരുടെ തെറ്റ് കണ്ട് അതിൽ ആനന്ദിക്കുവാൻ ഒരിക്കലും നാം ശ്രമിക്കരുത്. അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തെറ്റുണ്ടെങ്കിൽ അവനോട് വ്യക്തിപരമായി പോയി പറഞ്ഞ് മറ്റുള്ളവരറിയാതെ അവനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്, നേതൃത്വത്തിനുണ്ട്, കൂട്ടുവിശ്വാസികളുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തിയുമായി അടുത്ത് ഇടപെടുന്ന ആ വ്യക്തിക്ക് ആ നിലയിൽ ആ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 69-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എന്റെ മേൽ വീണിരിക്കുന്നു. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്ഥലസഭയിലെ ഒരു സഹോദരന്റെ മേൽ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ മേൽ വന്നിരിക്കുന്ന നിന്ന എന്റെ മേൽ വന്നിരിക്കുന്ന നിന്നയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, ആ ഒരു ആത്മഭാരത്തോടുകൂടെ അവരെ മടക്കിക്കൊണ്ടുവരേണ്ട കടമ പ്രാദേശിക സഭയ്ക്കുണ്ട്. അതിനുള്ള വഴികളൊക്കെ നമുക്കറിയാം. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നാളെ ആ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ സ്നേഹം ദോഷം കണക്കിടുന്നില്ല. മൂന്നാമതായി, സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. അവിടെ നമ്മളത് വായിക്കുന്നുണ്ട്, സ്വാർത്ഥത അന്വേഷിക്കും. നമുക്കറിയാം, കൊരിന്ത്യരിൽ ഉള്ള ആ പ്രാദേശിക സഭ അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളിൽ അവർ സ്വാർത്ഥത നിറഞ്ഞവരായിരുന്നു. നമ്മുടെ പ്രാദേശിക സഭകളിൽ ചില വ്യക്തികൾക്ക് കൃപാവരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പാട്ട് പാടുവാനുള്ള കൃപാവരങ്ങൾ, പ്രസംഗിക്കുവാനുള്ള കൃപാവരങ്ങൾ, ശുശ്രൂഷിക്കുവാനുള്ള കൃപാവരങ്ങൾ. അത് സ്വാർത്ഥത അന്വേഷിക്കുവാനായിട്ട് പാടുള്ളതല്ല. അത് പ്രത്യേകം നാം ഓർത്തിരിക്കുന്നു. സ്വാർത്ഥതയാണ് ഇന്ന് പല സ്ഥലസഭകളെ തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടേതായ സ്വാധീനവും അവരുടേതായ സ്നേഹവലയത്തിലുള്ളവരെ കൊണ്ടുവരിക, സ്വാർത്ഥത. ഈ ഭാഗം പഠിച്ചപ്പോൾ ബർന്നബാസിന്റെ ഒരു മനോഭാവം എന്നെ വളരെ സ്പർശിച്ചു. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം ബർന്നബാസ് അന്ത്യോക്യയിലേക്ക് ചെന്നു. അന്ത്യോക്യയിൽ ചെന്നപ്പോൾ വളരെ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. മാത്രമല്ല, വളരെ പുരുഷാരെ കർത്താവിനോട് ചേർന്നു. അങ്ങനെ വളരെ പുരുഷാരെ കർത്താവിനോട് ചേർന്നപ്പോൾ ബർന്നബാസ് എന്താ ചെയ്തത്? താൻ തർസീസിലേക്ക് ചെന്ന് ശൗലിനെ അല്ലെങ്കിൽ പൗലോസിനെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവർ ഒരുമിച്ചാണ് തുടർന്ന് അന്ത്യോക്യയിലെ ശുശ്രൂഷ നടത്തിയത്. നമ്മളത് വായിക്കുന്നുണ്ട് 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കണേ. ബർന്നബാസിനെയാണ് അന്ത്യോക്യയിലേക്ക് വിട്ടത്. ബർന്നബാസാണ് അവിടെ ശുശ്രൂഷകൾ ചെയ്തത്. വളരെ പുരുഷാര കർത്താവിനോട് ചേർന്നു. എന്നാൽ ബർന്നബാസിന് മനസ്സിലായി, എന്നെ കൊണ്ട് തനിയെ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അത്രത്തോളം ജനങ്ങൾ വരുന്നു, സുവിശേഷം അറിയിക്കേണ്ട കടമ ആ സഭയുടെ മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ബർന്നബാസ് എന്ന് ശൗലിനെ കൂടെ ചേർത്ത് സഹപ്രവർത്തകനായി ശുശ്രൂഷകനായി കൊണ്ടുവന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്കറിയാം, അതിനുശേഷമാണ് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായത്. അവരുടെ ആ ഒരുമ, അവരുടെ ഐക്യത, അവരുടെ സ്നേഹം, അവരുടെ സ്വാർത്ഥതയില്ലായ്മ അത് കണ്ട് അവിടെയുള്ള ജനം അന്ത്യോക്യയിലെ വിശ്വാസികളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇവർ യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഇന്ന് സ്വാർത്ഥതയാണല്ലോ എല്ലാ മേഖലയിലുമുള്ള തകർച്ചയ്ക്ക് കാരണം. കുടുംബജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണം എന്താ? സ്വാർത്ഥതയാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു കൗൺസിലറെ
ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. അതിലൊരു ഫാമിലിയിൽ ഉണ്ടായ പ്രോബ്ലം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും. എന്താണെന്നറിയാമോ? അവര് ഭാര്യ ഭർത്താവോട് കൗൺസിലിംഗ് എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, എന്റെ ഭാര്യ പേസ്റ്റിന്റെ മുകൾ വശത്താണ് ഞെക്കുന്നത്, ഞാനാണെങ്കിൽ താഴേന്ന് ഞെക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് മുകളിലോട്ട് കൊണ്ടുവരും, ഇവള് മുകളിൽ ഞെക്കും. അപ്പോ കൗൺസിലർ പറഞ്ഞു, ഒരു 20 രൂപയ്ക്ക് ഒരു പേസ്റ്റ് വാങ്ങിച്ച് ഭാര്യയ്ക്ക് കൊടുത്തേ. താങ്കൾക്ക് ഞെക്കേണ്ടത് താങ്കൾ ഞെക്കട്ടെ, ഭാര്യ ഞെക്കേണ്ടത് ഭാര്യ ഞെക്കട്ടെ. നോക്കണേ, വളരെ ബാലിശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഈഗോയാണ്, സ്വാർത്ഥതയാണ്. ഇതിനു വേണ്ടി ശണ്ട കൂടുന്ന, തർക്കിക്കുന്ന അനേക കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള വിഷയങ്ങൾ സഭയിൽ കടന്നു വരാറുണ്ട്. സ്വാർത്ഥത നിമിത്തമുണ്ടാകുന്ന പ്രയാസങ്ങൾ. എന്നാൽ സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. പൗലോസ് ഫിലിപ്പി ലേഖനം എഴുതിയപ്പോൾ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം നോക്കണം. മറ്റുള്ളവരുടെ ഗുണം. പ്രിയമുള്ളവരെ, അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ തത്വം എന്ന് പറയുന്നത്, അല്ലേ? മറ്റുള്ളവരുടെ ഗുണം. കർത്താവ് ആരുടെ ഗുണം നോക്കിയത്? നമ്മുടെ ഗുണമാണ്. യെസ്, നമ്മുടെ ഗുണം നോക്കി. കർത്താവിന്റെ ഗുണം നോക്കിയോ? ഇല്ല, കർത്താവിന്റെ ഗുണം നോക്കിയില്ല. അവിടുന്ന് ദൈവമായിരുന്നു. ദൈവരൂപത്തിൽ നിന്നവൻ മനുഷ്യ അവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. കർത്താവ് സ്വന്തം ഗുണം നോക്കിയില്ല, നമ്മുടെ ഗുണം നോക്കി. പാപികളും ദോഷികളും ശത്രുക്കളും അഭക്തരുമായിരുന്ന നമ്മുടെ ഗുണം കർത്താവ് നോക്കി. അതാണ് ആ വിശ്വാസത്തിന്റെ തത്വം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ പ്രാദേശിക സഭയിലുള്ള മറ്റുള്ളവരുടെ ഗുണത്തിന് വേണം പ്രയോറിറ്റി കൊടുക്കുക. മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി നമുക്ക് ആവുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാകണം. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ പ്രാദേശിക സഭകളൊക്കെ എത്ര ധന്യമായി തീരും എന്നുള്ളത് നമുക്കറിയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ സഹവിശ്വാസികളുടെ ബന്ധത്തിൽ ഒന്നാമതായി നാം അവരെ സ്നേഹിക്കണം, അവരെ കരുതണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുവിശ്വാസികളെ സ്നേഹിക്കണം. ഇതാണ് നമ്മൾ സഭയുടെ ദൗത്യം, പ്രാദേശിക സഭയുടെ ദൗത്യത്തിന്റെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് അതിനോട് ചേർന്ന് തന്നെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്ഷമയും സഹിഷ്ണുതയും. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ക്ഷമ എന്ന് പറയുന്നത്. അതിന്റെ മാതൃക ആരാ? മോഡൽ ആരാ? നമ്മുടെ കർത്താവ് തന്നെ. കർത്താവ് നമ്മോട് ക്ഷമിച്ചു. അങ്ങനെയെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്ന അവന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അപ്പോൾ കർത്താവ് പകരം ചെയ്തില്ല, കർത്താവ് ക്ഷമിച്ചു. കാൽവരി ക്രൂശിൽ കിടന്ന് കർത്താവ് ക്ഷമിച്ചു. ഇവർ ചെയ്തത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാദേശിക സഭകളിൽ അന്യോന്യം ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച മനോഭാവത്തോട് മുന്നോട്ട് നീങ്ങുവാനും നമുക്കിടയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ദുരുപദേശങ്ങൾക്കും ദുർമാർഗങ്ങളെ ജീവിക്കുന്നവർക്കും ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് അങ്ങനെ തന്നെ വേണം. അവരെ ശാസിക്കേണ്ടത് ശാസിക്കണം, തർജ്ജന ചെയ്യണത് തർജ്ജന ചെയ്യണം, മാറ്റി നിർത്തേണ്ടത് മാറ്റി നിർത്തണം. അല്ലാതെ ഞാൻ പറഞ്ഞത് ബാലിശമായ കാര്യങ്ങൾ, ഈഗോപരമായ കാര്യങ്ങൾ നിമിത്തം, പിടിവാശി നിമിത്തം എത്ര സഭകളിലാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ അന്യോന്യം ക്ഷമിക്കുവാനും സഹിക്കുവാനും ഇടയാണ്. സഹോദരൻ, നീ കൈ തന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, നന്ദി പറഞ്ഞപ്പോൾ എന്റെ പേര് പരാമർശിച്ചില്ല. എത്ര ബാലിശമായ കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത്. എത്ര ദുഃഖകരമായ കാര്യമാണ്. ക്ഷമിക്കുവാനും സഹിക്കുവാനും ഇടയാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് എന്തൊരു കുറച്ചിലായിട്ട് നിർന്നിരിക്കുക, അല്ലെ? പ്രത്യേകിച്ച് ദൈവമക്കളുടെ ഒരു ചിന്ത അത് കുറച്ചിലാണ് എന്നുള്ളതാണ്. ഏതോ താണുകൊടുക്കുകയാണെന്നുള്ള ചിന്തയാണ്. ഏതാ താണുകൊടുക്കാനാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി
ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബലഹീന വ്യക്തിക്ക് ഒരിക്കലും ക്ഷമിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ശക്തന്റെ സ്വഭാവമാണ് ക്ഷമിക്കുക എന്നുള്ളത്. ശക്തന്മാരുടെ സ്വഭാവമാണ് ക്ഷമിക്കുക എന്നുള്ളത്. ലോകത്തിലെ തത്വം മറിച്ച എന്താ? ബലഹീന വ്യക്തി അവ എപ്പോഴും ക്ഷമിക്കും, ശക്തന്മാർ ക്ഷമിക്കൂ. ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനൊരു ചിന്തയാണ്. എന്നാൽ അതല്ല ദൈവം പഠിപ്പിക്കുന്നത്. ദൈവം പഠിപ്പിക്കുന്നത് ബലഹീന വ്യക്തിക്ക് ഒരിക്കലും ക്ഷമിക്കുവാൻ സാധിക്കില്ല. പക്ഷെ ആന്തരികമായി ശക്തിയുള്ളവർ, ആത്മീയ ദർശനമുള്ളവർ, അവർ ക്ഷമിക്കുകയും സഹിക്കുകയും വിട്ടുവീഴ്ച മനോഭാവത്തോട് ജീവിക്കുകയും ചെയ്യും. അത് പ്രാദേശിക സഭയെന്ന് മാത്രമല്ല, അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ സമൂഹങ്ങളിൽ അവർ അത് അനുവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തുകൊണ്ട് നാം ക്ഷമിക്കണം? എന്തുകൊണ്ട് ക്ഷമിക്കണം? ഒന്നാമത്തെ ഉത്തരം, ധാരാളം ക്ഷമ ലഭിച്ചവരാണ് നമ്മൾ. നമ്മളത്ര ക്ഷമ ലഭിച്ചവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ധാരാളം ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം മുമ്പാകെ എത്ര ക്ഷമ ലഭിച്ചവരാണ്. ദൈവം നമ്മുടെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു. എത്ര ക്ഷമ അനുഭവിച്ചവരാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്, അല്ലെ? നാം രക്ഷിക്കപ്പെട്ട ശേഷം തന്നെ നമ്മുടെ നോട്ടത്തിലെ, ചിന്തയില്, പ്രവൃത്തിയിലൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് അനുദിനം മാനസാന്തരത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവം വീണ്ടും വീണ്ടും നമ്മോട് ക്ഷമ കാട്ടുകയും നമ്മളെ സൂക്ഷിക്കുകയും ചെയ്യുക ഒരു യാഥാർത്ഥ്യമല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ കൂട്ടുവിശ്വാസികളോട് ക്ഷമിക്കാൻ എന്താ അത്ര പ്രയാസം? എത്രയോ നാളായി സഹവിശ്വാസികൾക്ക്, സഭയിലുള്ള സഹോദരന് കൈ കൊടുത്തിട്ട്, എത്രയോ നാളായി അവനോടൊന്ന് മിണ്ടിയിട്ട്, അവനോട് സംസാരിച്ചിട്ട്, എത്രയോ നാളായി അവനുമായി ഒരു കൂട്ടായ്മ പുലർത്തുന്നത്. അപ്പം മുറിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ, അതങ്ങ് മുറിക്കും. അതൊക്കെ നിസാരവൽക്കരിച്ച് അപ്പം മുറിയൊക്കെ ഉണ്ട്. പക്ഷേ കൂട്ടായ്മയില്ല, ക്ഷമയില്ല, സഹിഷ്ണുതയില്ല, വിട്ടുവീഴ്ചയില്ല. എത്ര ദുഃഖകരമായ കാര്യം. നമ്മൾ ധാരാളം ക്ഷമ ലഭിച്ചവരാണ്. നമുക്കറിയാം, നമ്മുടെ ദൈവം പരിശുദ്ധിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ദൈവമാണ്. പിനക്കിൾ ഓഫ് ഹോളിനെസ്, അതാണ് നമ്മുടെ ദൈവത്തെ കുറിച്ച് വിശേഷിപ്പിക്കാൻ സാധിക്കും. നമ്മളോ ആ വിശുദ്ധിയിൽ, പരിശുദ്ധിയിൽ ഏറ്റവും ലീസ്റ്റാണ്, ഏറ്റവും താഴെ. ആ പരിശുദ്ധിയുടെ ആ ഗ്രാഫ് നോക്കിയാൽ ദൈവം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നു. ദൈവത്തിന്റെ കരുണയാൽ നമുക്ക് ആ ഗ്രാഫിൽ ഉൾപ്പെടുവാനിടയായി. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നിമിത്തം നമ്മൾ ആ പരിശുദ്ധിയുടെ ഏറ്റവും താഴ്ന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പരിശുദ്ധനായ ദൈവം, ഈ വിശുദ്ധനായ ദൈവം ഏറ്റവും പരിശുദ്ധിയുടെ താഴെ നിൽക്കുന്ന എന്നെ സ്നേഹിക്കുകയും എന്നോട് ക്ഷമ കാണിക്കുകയും ചെയ്യുമെങ്കിൽ നമ്മൾ എത്രയധികം മറ്റുള്ള വിശ്വാസികളോട് ബന്ധത്തിൽ ക്ഷമ കാട്ടണം. നമ്മുടെ കർത്താവ് തന്നെ അതിന് മാതൃകയാണ്. നമുക്കറിയാം, നമ്മുടെ പത്രോസ് കർത്താവിനോട് ചോദ്യം ചോദിച്ചു, കർത്താവെ, എത്ര വട്ടം സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. പത്രോസ് എല്ലാ കാര്യങ്ങളും എടുത്തിയാടി ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. പത്രോസിനെ കുറിച്ച് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാനൊന്ന് പഠിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഞാനിങ്ങനെ ഇനി കണ്ട വളരെ ചിന്തനീയമായ ഒരു കാര്യം, കർത്താവ് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയത് പത്രോസിനോടാണ്. മാത്രമല്ല, പത്രോസിന് വേണ്ടി അനേക അത്ഭുത പ്രവൃത്തികൾ കർത്താവ് ചെയ്തിട്ടുണ്ടോ? വെള്ളത്തിലൂടെ നടന്നു, സൂപ്പർ നാച്ചുറൽ മിറക്കിളാണ്, അല്ലെ? വെള്ളത്തിലൂടെ നടന്നു. ആര് നിമിത്തമാണ്? കർത്താവായ യേശു നിമിത്തമാണ്. നീ നടന്നു വരിക എന്ന് പറഞ്ഞതുകൊണ്ടാ, അല്ലെ? ടെമ്പിൾ ടാക്സ് കൊടുക്കുവാനായിട്ട് തന്റെ കയ്യിൽ പണമില്ല, യേശു ക്രിസ്തുവിന്റെ കയ്യിലും പണമില്ല. അപ്പൊ എന്ത് പറഞ്ഞു? നീ ചൂണ്ടയിട്ട് ആദ്യമേ കിട്ടുന്ന ആ മീനെ എടുക്ക, അതിനകത്ത് 2 ദ്രഹ്മപ്പണം ഉണ്ടാകും, ഒന്ന് നിനക്കും ഒന്ന് എനിക്കും. ടെമ്പിൾ ടാക്സ് അടയ്ക്കാം, അല്ലെ? നോക്കണേ, കർത്താവ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്ത ആകെ ഒരു അത്ഭുത പ്രവൃത്തി ഇത് മാത്രമേ ഉള്ളൂ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി വേറെ ഒന്നും ചെയ്തിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയാ ബാക്കിയുള്ളവരെ ചെയ്ത. പക്ഷെ ഈ ഒരു കാര്യം
സ്വന്തം ആവശ്യത്തിന് വേണ്ടി കർത്താവായ യേശു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അത് പത്രോസിലൂടെ സഹായകമായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്രത്തോളം അടുത്ത് ഇടപഴകിയ ഒരു വ്യക്തിയായിരുന്നു പത്രോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ പത്രോസ് ചോദിക്കുന്നത്, കർത്താവേ, എന്റെ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. 7 വട്ടം മതിയോ? യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് 3 വട്ടം ക്ഷമിച്ചാൽ മതി. 4ാമത്തെ വട്ടം അവർക്ക് പ്രതികരിക്കാം, അവർക്ക് റിറ്റാലിയേറ്റ് ചെയ്യാം. അതാണ് യഹൂദ പാരമ്പര്യം. ഇവിടെ പത്രോസ് കുറച്ചുകൂടെ ലിബറൽ ആകുകയാണ്. വിശാലമായ ഒരു മനസ്സോടുകൂടെ പത്രോസ് പറയുക, എന്താ 7 വട്ടം മതിയോ? കർത്താവിന്റെ ഉത്തരവ് എന്താ? 7 വട്ടമല്ല, 70 വട്ടം. അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്ഷമിക്കുക, സഹോദരനോട് ക്ഷമിക്കുക, അൺലിമിറ്റഡ്. അതിനോട് ചേർന്ന് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്ക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്ക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. അപ്പോൾ ക്ഷമയെന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫോർഗീവ്നെസ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരോട് നാം ക്ഷമിക്കാതിരുന്നാൽ എന്ന് സംഭവിക്കും. ഇതിന് താഴെ ഈ പത്രോസിന്റെ ഈ ചോദ്യത്തിന് ശേഷം കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു രാജാവ് തന്റെ ദാസന്മാരോട് കണക്ക് ചോദിക്കുന്നു. അപ്പോൾ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവര് വീട്ടുവാൻ വകയില്ലാഞ്ഞിട്ട് അവനോട് പറഞ്ഞു, അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അപ്പോൾ ആ ദാസൻ വീണ് രാജാവിനോട് പറഞ്ഞു, യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. നമ്മളത് വായിക്കുന്നുണ്ട്. 10,000 താലന്ത്. ഒരു താലന്ത് എന്ന് പറയുമ്പോൾ 6,000 ദിനാറിയാണ്. ആ കാലഘട്ടത്തിലെ ഒരു ദിവസത്തെ കൂലിയാണ് 1 ദിനാറി. അങ്ങനെയെങ്കിൽ 6,000 ദിനാറി ഇൻറ്റു എത്ര? 10,000. അവന് ഒരിക്കലും അത് കൊടുത്തു തീർക്കാൻ സാധ്യത. ഒരിക്കലും അവനെ കൊണ്ട് അവന്റെ ആയുസ് മുഴുവനും അവന്റെ കുടുംബം മുഴുവനും ആ ജോലി ചെയ്താലും ഒരിക്കലും അവന് ആ കടം കൊടുത്തു തീർക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ഇരിക്കെ ഈ രാജാവ്, ഈ യജമാനൻ ഈ മനുഷ്യന്റെ കടം ഇളവ് ചെയ്തു, ലോണായിട്ട് കൊടുത്തു. എന്നാൽ ഇവൻ എന്താണ് ചെയ്തത്? അവന് പോകുന്ന വഴിക്ക് ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. എന്നിട്ട് പറഞ്ഞു, നിന്റെ കടം തീർക്കാം. 100 വെള്ളിക്കാശ്. മറ്റേത് ഭീമമായ തുക, ലംസം എമൗണ്ടാ കടംപെട്ടിരിക്കുന്നത്. അത് ഇളവ് കിട്ടിയവനാ. അവൻ നടന്നു വരുന്ന വഴിക്ക് ഈ 100 വെള്ളിക്കാശ്, തുച്ഛമായ പണം കടംപെട്ട ഒരുത്തന്നെ തൊണ്ടയ്ക്ക് കയറി പിടിക്കുക. എത്ര ദുഃഖകരമായ കാര്യമാണ്. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി കൊല്ലുന്നതിന് സമാനമായി. അതാണ് മറ്റൊരു ലേഖനമായി സഹോദരനെ പഴിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നെന്ന് പറയുന്നത് മാതിരിയാണ്. പ്രിയമുള്ളവരെ, ധാരാളം ഇളവ് കിട്ടിയ ഒരു മനുഷ്യൻ തുച്ഛമായ കാര്യത്തിന് വേണ്ടി മറ്റുള്ളവന്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്നു. ഇതാണ് ക്ഷമയില്ലാത്ത മനസ്സ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമുക്കറിയാം. അതിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ അതിന്റെ 35-ാം വാക്യം ആരെങ്കിലും വായിച്ചാൽ നന്നായിരിക്കും. 18-ാം അധ്യായത്തിൽ 35-ാം വാക്യം. നിങ്ങൾ ഓരോരുത്തർ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഹൃദയപൂർവ്വം ക്ഷമിക്കണം. നമ്മളൊക്കെ ക്ഷമിക്കാറുണ്ടല്ലേ ബ്രദറെ? ഞങ്ങൾ എത്ര ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങൾ എത്ര തവണ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, ആ സഹോദരനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ എന്താ പിന്നെ അതിനുശേഷം ഒരു പ്രസ്താവന എന്താ? ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ല. എന്നോട് ചെയ്തത്, എന്നോട് പറഞ്ഞതിന്, എനിക്കത് പ്രവർത്തിച്ചത്
ഞാൻ മരിക്കുന്നത് വരെ ഓർത്തിരിക്കും, മറക്കത്തില്ല. അതല്ല ക്ഷമ. ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തർ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും. പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷമ കിട്ടത്തില്ല കേട്ടോ. ആ നിലയിൽ ഏതെങ്കിലും വ്യക്തികളുമായി നമുക്ക് മാനസികമായ ഒരു അകൽച്ചയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതിന് പരിഹാരം വരുത്തിയ ശേഷം വേണം നാം ഇന്ന് കിടന്നുറങ്ങുവാൻ. നമ്മുടെ സഭകളൊക്കെ ആ നിലയിൽ മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നേനെ. ഈ തർക്കവും ഈ പിളർപ്പും ഒന്നും നമ്മുടെ സഭകളിൽ ഉണ്ടാകുകയില്ലായിരുന്നു. ഹൃദയപൂർവ്വം ക്ഷമിക്കുക, ആത്മാർത്ഥമായി ക്ഷമിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അടുത്ത സമയത്തായിരുന്നല്ലോ മറ്റേ ചാർലി കിർക്കിനെ കൊന്നത്. ചാർലി കിർക്കിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? റീക്ക കിർക്ക്, എന്റെ ഭർത്താവിനെ കൊന്നവനോട് ഞാൻ ക്ഷമിച്ചിരിക്കും. എത്ര എത്ര ശ്രേഷ്ഠമായ ഒരു മാതൃകയാണ്. ഗ്ലാഡിസ് സ്റ്റെയിൻസ്, നമുക്കറിയാം, ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞു, എന്റെ ഭർത്താവിനെ എന്റെ കൊച്ചു 2 കുഞ്ഞോമനകളെ ചുട്ടുകൊന്ന ഭീകരവാദികളോട്, മതവാദികളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ക്ഷമയാണ്. ഞാനിങ്ങനെ പറയട്ടെ, ഇങ്ങനെ നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ എവിടെയാണ് വിശ്വാസി എന്നുള്ള ലേബൽ നമുക്ക് ലഭിക്കുന്നത്? എവിടെ വിശ്വാസികൾ? എവിടെ ബ്രദറുകൾ? എവിടെ ദൈവം അനുസരിക്കുന്നവർ? അന്യോന്യം ക്ഷമിക്കുവാനും സഹിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ സഭയുടെ ദൗത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ഒന്ന്, ദൈവത്തിന്റെ ആ സ്നേഹം വെളിപ്പെടുത്തുക. ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യനോടുള്ള ബന്ധത്തിലും അത് വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. 2, അന്യോന്യം ക്ഷമിക്കുവാൻ നമുക്ക് ഇടയാകണം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ നമ്മുടെ സഭകളെ അനുഗ്രഹിക്കും, പ്രാദേശിക സഭകളെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചത്, ഈ 1ാമത്തെ പടിയില്ലാതെ നാം എന്ത് ചെയ്താലും, നാം സുവിശേഷ പ്രവർത്തനം നടത്തിയാലും കൺവെൻഷൻ നടത്തിയാലും ഏത് കാര്യങ്ങൾ ചെയ്താലും ഈ 1ാമത്തെ പടി, ഈ 1ാമത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാദേശിക സഭകൾ ഇല്ലെങ്കിൽ നമ്മുടെ സഭകൾ ചെയ്യുന്നത് കൊണ്ട് ഒരർത്ഥവും. കർത്താവ് നമ്മെ സഹായിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക, ദൈവമക്കളെ സ്നേഹിക്കുക, അന്യോന്യം ക്ഷമിക്കുക. ഇനി 2ാമത്തെ ആശയത്തിലേക്ക് വരാം. നിങ്ങളുടെ പാഠ്യപുസ്തകത്തിന്റെ ഒടുവിൽ മെയിൻ പോയിന്റ്സ് കുറിച്ചിട്ടുണ്ട്. മെയിൻ ഔട്ട്ലൈൻ മാത്രമാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത്. 2ാമത്തെ ആശയം ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രാദേശിക സഭയെ സംബന്ധിച്ച് 2ാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് നീങ്ങുക. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് നീങ്ങുക. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നത്? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. അങ്ങനെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുക. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുകയാണ്. ആഴ്ച 1-ാം ദിനം നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവിന്റെ കൽപ്പന ആചരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദേശത്തോട് നാം പറയുന്ന ഒരു വിലയേറിയ സത്യമുണ്ട്: ഞങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന് മഹത്വവും നന്ദി അർപ്പിക്കുന്ന സന്ദർഭമാണ് ആരാധന യോഗങ്ങൾ. ഞായറാഴ്ച നമ്മുടെ കർത്തൃമേശയും അതിനോടനുബന്ധിച്ചുള്ള ആരാധന യോഗങ്ങൾ. ആരാധനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന
പഴയ നിയമത്തിൽ ഒരു ചരിത്രമുണ്ട്. അബ്രഹാം തന്റെ ഏകജാതനായ മകൻ ഇസാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുപോകും. അതിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നമ്മുടെ ആരാധനയിലും നാം ഉപയോഗിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആരാധന യോഗങ്ങളൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. ഇവിടെ ഒന്നാമതായി ആരാണ് ആരാധിക്കേണ്ടതെന്നുള്ള വിഷയം സവിസ്തര രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാ പോയിന്റും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്തു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവവിളി ലഭിച്ചവരാണ് ആരാധിക്കേണ്ടത്. ദൈവവിളി ലഭിച്ചവരാണ് ആരാധിക്കേണ്ടത്. നമുക്കറിയാം, അബ്രഹാമിന് ദൈവവിളി ഉണ്ടായി. ഇത് അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞ കാര്യമാണ്. എന്നാൽ ആ ദൈവവിളി കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്ത വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിനെ ലഭിച്ച വിളി നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തൊട്ട് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പ്രത്യേകമായി ദൈവം വിളിച്ചിരിക്കുകയാണ്. ദൈവവിളി ലഭിച്ചവർ വേണം ദൈവത്തെ ആരാധിക്കുക. അങ്ങനെ ദൈവവിളി ലഭിച്ചപ്പോൾ അബ്രഹാം എന്താ ചെയ്യുന്നത്? ഏകജാതനായ പുത്രനാണ്, വയസ്സാങ്കാലത്ത് കിട്ടിയത് സന്താനമാണ്. കളയാൻ നോക്കുവോ? സാറ അറിഞ്ഞാൽ എന്തായിത്തീരും? അബ്രഹാം പക്ഷേ ദൈവത്തിന്റെ വാക്ക് അത് അതേപടി അനുസരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം എന്ന് പറഞ്ഞു. എവിടെ കൊണ്ടുപോകാൻ പറഞ്ഞേ? മോറിയ മലയിൽ. ഏകദേശം 3 ദിവസത്തെ യാത്രയുണ്ട്. 60-70 മൈൽ യാത്ര ചെയ്യണം. എന്തിനാ എത്ര ദൂരം പോകാൻ പറഞ്ഞത്? അവിടെ കാണുന്ന ആരാധിച്ചാൽ പോരായിരുന്നു. ഈ മോറിയ എന്ന് പറഞ്ഞ ഈ പേരിന്റെ അർത്ഥം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമല്ല. The land chosen by God. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും വേണം ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നുള്ള വസ്തുത നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഇതിനുശേഷം ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ശലോമോൻ ദേവാലയം ഇതേ സ്ഥലത്ത് തന്നെ പണിയുന്നതായിട്ട് നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവം ഒരു സ്ഥലം പറഞ്ഞാൽ അത് അവിടെ പോവുക, അത് അതുപോലെ അനുസരിക്കുവാനായിട്ട് അബ്രഹാം തയ്യാറായി. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ആ ചിത്രം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഈ അബ്രഹാമും ബാല്യക്കാരവും മകനുമായി യാത്ര ചെയ്തിട്ട് അവർ 3-ാം ദിവസം ഈ സ്ഥലം കാണുകയുണ്ടായി. അപ്പോൾ അബ്രഹാം ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധിച്ച് കഴിച്ച് മടങ്ങി വരാം. അതിന് 6-ാം വാക്യം ശ്രദ്ധിച്ചേ. അബ്രഹാം ഹോമയാഗത്തിലുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസാക്കിന്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താനെടുത്തു, ഇരുവരും ഒരുമിച്ച് നടന്നു. അബ്രഹാം വിറകെടുത്ത് എന്ത് ചെയ്തു? ഇസാക്കിന്റെ തലമേൽ വെച്ചു. അബ്രഹാമിന്റെ കയ്യിൽ എന്താണ്? ഒരു കയ്യിൽ കത്തി, ഒരു കയ്യിൽ തീ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ മനോഹരമായ ഒരു ചിത്രമാണ്. നമ്മുടെ പാപങ്ങൾ മുഴുവനും ചുമലിൽ വഹിച്ചുകൊണ്ട് കർത്താവ് കാൽവറിയോട് നടന്ന് അടുക്കുകയാണ്. പിതാവായ ദൈവം ഒരു കയ്യിൽ ന്യായവിധിയുടെ വാൾ, മനുഷ്യവർഗത്തിന് മേൽ ഓങ്ങേണ്ട, ആഴത്തിൽ ഇറങ്ങേണ്ട ന്യായവിധിയുടെ വാൾ ഒരു വശത്ത്, മറുവശത്ത് ദൈവത്തിന്റെ കോപാഗ്നി. ഇതിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഇവിടെ അക്ഷരികമായിട്ട് ഇസാക്ക് യാഗത്തിലൂടെ കടന്നുപോയില്ല, പക്ഷെ വിശ്വാസത്താൽ അബ്രഹാം യാഗം കഴിച്ചു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഞാൻ ഓർപ്പിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഹരമായ ചിത്രം ആ നിലയിൽ ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് പറയുകയാണ്, എന്ത് ചെയ്യണം? നീ ഹോമയാഗം കഴിക്കണം. നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം എന്ന്. എത്ര യാഗങ്ങളുണ്ട്? 5 യാഗങ്ങൾ. 1-ാമത്തെ യാഗം ഹോമയാഗം, 2-ാമത്തെ യാഗം ഭോജനയാഗം, 3-ാമത്തെ യാഗം സമാധാനയാഗം, 4-ാമത്തെ യാഗം പാപയാഗം, 5-ാമത്തെ യാഗം അകൃത്യയാഗം. ഇങ്ങനെ 5 യാഗങ്ങളാണ് നാം ലേവ്യ പുസ്തകം 1-ാം അധ്യായം തൊട്ട് 5-ാം അധ്യായം വരെ പഠിക്കുന്നത്. അത് വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. 5 യാഗങ്ങളാണ്. പക്ഷെ ഇവിടെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നിന്റെ മകനായ ഇസാക്കിനെ നീ ഹോമയാഗം കഴിക്കണം. അത് വലിയൊരു ദൈവത്തിന്റെ ഉദ്ദേശമുണ്ടായിരുന്നു. നമുക്കറിയാം, ഹോമയാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഹോമയാഗം കഴിക്കുമ്പോൾ അവസരത്തിൽ ആ മൃഗത്തിന്റെ തോല് മാത്രം ഉരിഞ്ഞ്
ബാക്കിയുള്ളത് മുഴുവനും കണ്ണമായിട്ട് മുറിച്ച് യാഗപീഠത്തിന്മേൽ വെച്ച് പൂർണ്ണമായി അത് അഗ്നിക്കിരയാക്കണം, ഹോമിക്കണം. അതാണ് ഹോമയാഗത്തിന്റെ പ്രത്യേകത. മറ്റുള്ള യാഗങ്ങൾ എന്ന് പറയുമ്പോൾ മേധസ്സും നല്ല ഫാറ്റ്, നല്ല കൊഴുപ്പ് മാത്രം യാഗം കഴിച്ചാൽ മതി. ബാക്കിയുള്ളത് വേണമെങ്കിൽ യാഗാർപ്പകനോ പുരോഹിതനോ എടുക്കാറുണ്ട്. എന്നാൽ ഹോമയാഗത്തെ സംബന്ധിച്ച് പൂർണ്ണമായി ആ മൃഗം അതിന്റെ തോല് മാത്രം ഉരിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം യാഗപീഠത്തിൽ വെച്ച് ആ മൃഗത്തെ ഹോമയാഗം കഴിക്കണം. ഞാനിങ്ങനെ പറയട്ടെ, ഞായറാഴ്ചകളിൽ ആരാധനയുടെ ഒരു ചിത്രമാണ് കാണുന്നത്. നാം ഞായറാഴ്ച എന്തിനാ വരുന്നത്? ദൈവത്തിന് കൊടുക്കാൻ, ഒന്ന് തിരിച്ചു കൊണ്ടുപോകാനല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ആരാധന യോഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാത്തത്. സ്തോത്രവും സ്തുതി മാത്രമേ ഉള്ളൂ. നാം കൊടുക്കാനായിട്ടാ ഞായറാഴ്ച വരുന്നത്. ആഴ്ചയുടെ 1-ാം ദിനം നാം ആരാധനയ്ക്കായിട്ട് കർത്തൃമേശയിൽ പങ്കെടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന അവസരം എന്ന് പറയുന്നത് അത് പൂർണ്ണമായി ദൈവത്തിന് നൽകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആരാധന യോഗത്തിന് പ്രാർത്ഥിക്കരുത്, അപേക്ഷിക്കരുത് എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. പൂർണ്ണമായി കർത്താവിന് കൊടുക്കുക, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക. ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ച് ആ ആരാധന അർപ്പണം അത് പൂർണ്ണമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ തനിക്കിടയായി എന്നുള്ള വസ്തുത ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധന യോഗങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു ചിന്തിക്കുക. പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ആ ഒരുക്കത്തോടാണ് ഇവിടെ അബ്രഹാം ഒരുങ്ങി വന്നു. നമുക്കറിയാം, അനേക ചിന്തകൾ ഇതിനോട് ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. വളരെ ഒരുക്കത്തോടാ വരുന്നത്, തിടുക്കത്തോടാ വരുന്നത്, ദീർഘദൂര യാത്ര ചെയ്താ വരുന്നത്. നമുക്കിന്ന് എല്ലാ സൗകര്യങ്ങളും ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ്, പ്രാദേശികമായി നാം ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നതിന് മുമ്പ്, ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പ് കുറഞ്ഞ പക്ഷം ഒരു അരമണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കൂടുതലൊന്നും വേണ്ട, അരമണിക്കൂർ ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഒരുങ്ങുവാൻ. ആരാധനയ്ക്കായി നാം കടന്നു വരുമ്പോൾ നമുക്ക് എന്താണ് നഷ്ടം സംഭവിക്കുന്നത്? ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ദൈവം നമുക്ക് തന്നെ, എല്ലാ റിസോഴ്സുകളും ദൈവം നൽകിയിട്ടുണ്ട്, അല്ലെ? ഒരു കുറവുമില്ല നമുക്ക്. പക്ഷെ പലപ്പോഴും നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി ആരാധന യോഗങ്ങൾ മുടക്കുന്ന പ്രവണത ഇന്ന് പ്രാദേശിക സഭകളിൽ കാണുന്നുണ്ട്. എത്രയോ ദുഃഖകരമായ കാര്യമാണ്. കല്യാണങ്ങൾ, മരണം പിന്നെ ഏറ്റവും അത്യാവശ്യം അടുത്ത ആരെങ്കിലും ആണെങ്കിൽ നമുക്കത് പിന്നെ ഉൾക്കൊള്ളാം. അല്ലാതുള്ള കല്യാണങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും നമ്മുടെ ആരാധന ഉപേക്ഷിച്ച് നാം കടന്നു പോകരുത്. ഒരാഴ്ച ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കേവലം 2-2.5 മണിക്കൂറാണ് നാം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നത്. ആ ചെലവഴിക്കുന്ന സമയം ദൈവത്തിന് നൽകുവാൻ, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഇടയാകണം. ബാക്കി എത്രയോ മണിക്കൂർ ഒരാഴ്ച ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ അബ്രഹാം ആ നിലയിൽ ആരാധനയ്ക്കായി ഒരുങ്ങി. ഇതിന്റെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നു. ദൈവത്തെ ആരാധിക്കുക, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ ദൈവനാമം മഹത്വപ്പെടും. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഇടയിലെ ഒരു പ്രസംഗകനാണ്, അദ്ദേഹം കൊട്ടാരക്കര കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ എന്നോടൊരു സംഭവ കഥ പറയുകയുണ്ടായി. സംഭവിച്ചൊരു കഥയാണ്. ഒരു സ്ഥലത്ത് താൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരനുണ്ടായി. അപ്പോൾ ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സബ് കോൺസ്റ്റബിൾ തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ SI ആരാധന യോഗത്തിനായിട്ട് അദ്ദേഹത്തിന്റെ സഭ, നമ്മുടെ ഒരു പ്രാദേശിക സഭയാണ്, അങ്ങോട്ട് ക്ഷണിച്ചു. ആ SI ഒരു കത്തോലിക്കനാണ്. ആ കത്തോലിക്കൻ എടുത്ത് പറഞ്ഞു, സാറേ ഒരു ദിവസം ഞങ്ങളുടെ ആരാധന ഒന്ന് കാണും. സാറ് എല്ലാ ദിവസവും കത്തോലിക്ക പള്ളിയിലല്ലേ പോകുന്നത്, ഞങ്ങളുടെ ആരാധന യോഗം വന്നൊന്ന് ശ്രദ്ധിക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്ക്. അങ്ങനെ ആ മനുഷ്യൻ ആ ക്ഷണം സ്വീകരിച്ച് ഈ കോൺസ്റ്റബിളിന്റെ കൂടെ ഈ സ്ഥലത്തേക്ക് കടന്നു, ഈ ആരാധന യോഗത്തേക്ക്. ആരാധന യോഗം കഴിഞ്ഞു, ഇവർ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ ദൈവദാസനോട് പ്രസംഗിക്കാൻ ചെന്നതാണ്. ദൈവദാസനോട് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുവാണ്. അങ്ങനെ അവർ 3 പേർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ SI പൊട്ടിത്തെറിച്ചു, കോൺസ്റ്റബിളിനോട് പൊട്ടിത്തെറിച്ചു.
ഇതാണോ നിങ്ങളുടെ ആരാധന? 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് 10:10 ശബ്ദം ഉണ്ടാക്കി, ബുള്ളറ്റിൽ ശബ്ദം ഉണ്ടാക്കി, കാറ് ഓടുപടിച്ച് ശബ്ദം ഉണ്ടാക്കി വന്ന് ഇറങ്ങുന്നു. ഇതാണോ ആരാധന? പ്രാർത്ഥിച്ചിട്ട് സ്തോത്രം ചെയ്തിട്ട് ആമേൻ എന്ന് പറയുവാൻ പോലും അവിടെ ഒറ്റ മനുഷ്യനെ ഞാൻ കണ്ടില്ല. ആരാധന സമയത്ത് കാലിന്മേൽ കാല് കയറ്റിവെച്ച് മുൻനിലയിലിരിക്കുന്നവരെ ഞാൻ കണ്ടു. ഇതാണോ നിങ്ങളുടെ ആരാധന? ഞങ്ങളുടെ പള്ളിയിലൂടെ വന്ന് നോക്ക്. പുള്ളി മതഭക്തിയാ പറഞ്ഞത്, പക്ഷെ അതിനൊരു യാഥാർത്ഥ്യമുണ്ട്, ഒരു അർത്ഥമുണ്ട് കേട്ടോ. നടന്ന സംഭവം. ഈ ദൈവദാസനും ആകെ അങ്ങ് പരിങ്ങലായി. ഈ വിളിച്ചുകൊണ്ട് പോയ ഈ കോൺസ്റ്റബിൾ അതിനേക്കാൾ പരിങ്ങലായി. ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയല്ലോ എന്നായി. ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ ഭയഭക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കണം. അലക്ഷ്യമായിരിക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ ആരാധന യോഗങ്ങളിൽ മൊബൈൽ ഫോൺ കഴിവതും ഒഴിവാക്കണം. ഒന്നുകിൽ വണ്ടി ഇടണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വേണം അകത്തേക്ക് കടന്നു വരുവാനായിട്ട്. പിന്നെ അത്യാവശ്യം കിടപ്പ് രോഗികളൊക്കെയുള്ള വീടുകളുണ്ട്. എനിക്കറിയാം, ഒരു ബുദ്ധിമുട്ട് അറിയാൻ പെട്ടെന്ന് ഒരു കോള് വരാൻ സാധ്യതയുണ്ട്, അത് വേറൊരു വിഷയം. പക്ഷേ അല്ലാതെ എത്രയോ പേർ നമുക്ക് കാണുവാൻ കഴിയും ഈ അവസരങ്ങളിലൊക്കെ മൊബൈൽ നോക്കുന്നു, ബൈബിളിനകത്ത് അങ്ങ് ഒളിപ്പിച്ചു. പ്രത്യേകിച്ച് കുട്ടികൾ, അലസ്മയപ്പാടച്ചാനൊക്കെ അറിയാം കുട്ടികളുടെ. അങ്ങനെയുള്ള ഒരു തലമുറകളുടെ മുമ്പിലാണ് നാം ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രായമുള്ള നമ്മൾ അവർക്ക് മാതൃക കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ ആ നിലയിൽ നശിച്ചു പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കുമാണ്. ഞാനിങ്ങനെ പറയട്ടെ, ഞാൻ ബ്രദറിലെ 4ാം തലമുറക്കാരനാണ്. നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം, എൻ്റെ വല്യപ്പച്ചിയുടെ വീട് ഇവിടെ കുമ്പനാട്ടാണ്, എൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ വല്യപ്പച്ചിമാരുടെയും വല്യപ്പച്ചന്മാരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഈ നിലയിൽ ആത്മീയമായി നിൽക്കുവാനായിട്ട് ഇടയാകുന്നതെന്ന് പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, എന്റെ മക്കൾ എന്നെ നോക്കി അത് പറയുവാൻ സാധിക്കുമോ? അവിടെയാണ് കാര്യം. അടുത്ത തലമുറ നമ്മെ നോക്കിക്കൊണ്ട്, എന്റെ പ്രാദേശിക സഭയിലെ മൂപ്പന്മാർ, എന്റെ പ്രാദേശിക സഭയിലെ സുവിശേഷകൻ, എന്റെ പ്രാദേശിക സഭയിലെ വിശ്വാസികൾ, അവർ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്റെ പ്രാദേശിക സഭ എന്ന് പറയുന്നത് ദൈവകൃപ നിറഞ്ഞ ഒരു പ്രാദേശിക സഭയാണ്. പറയുവാനായിട്ട് സാധിക്കുമോ? ഒരു വെല്ലുവിളി ആയിരിക്കട്ടെ. ആ വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ തലമുറകളുടെ മുമ്പിൽ ആ നിലയിൽ അഭിമാനത്തോടുകൂടെ നെഞ്ചുവിരിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് എന്താണ്? നമ്മുടെ തലമുറകളെ നേടുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, എത്രയോ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കും. നമുക്കറിയാം, പ്രാദേശിക സഭയിൽ കർത്താവിന്റെ മേശയുണ്ട്. കർത്താവിന്റെ മേശ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ സ്മരിക്കുന്ന ശുശ്രൂഷയാണ്. കർത്താവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. കർത്താവിന്റെ മേശ തന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ശുശ്രൂഷയാണ്. ജീവിതത്തിലെ പോരായ്മകൾ അത് മനസ്സിലാക്കി അതിന് പരിഹാരം വരുത്തിയിട്ട് വേണം നാം ആരാധനയോഗത്തിനായിട്ട് കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കെടുക്കുവാനായിട്ട് കടന്നു വരേണ്ടത്. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ അവിടെ ഒരുക്കത്തോടുകൂടെയാണ് കടന്നു പോയത്. ആ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 6 ദിവസം ബോധിച്ച പോലെ നടന്നിട്ട് 7ാം ദിവസം വന്ന് ആരാധിക്കേണ്ട വിശുദ്ധ കർമ്മമല്ല കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്. ഇത് അതിവിശുദ്ധമായ കാര്യമാണ്. ഇതിലേക്ക് നാം അയോഗ്യമായി കൈനീട്ടിയാൽ അതിന്റെ ശിക്ഷ നാം അനുഭവിക്കും. ഒരു ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 11-ാം അധ്യായം. കർത്തൃമേശ കൂട്ടായ്മയുടെ ഒരു ശുശ്രൂഷയാണ്. നമ്മുടെ ആരാധന യോഗങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? പ്രാദേശിക സഭയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗാണ്, ഒരു യോഗമാണ് ആരാധന യോഗം. ആ ആരാധന യോഗയിൽ എത്രത്തോളം ഉത്സാഹികളായി നാം തീർന്നിട്ടുണ്ട്. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർ നന്നായിട്ട് പാട്ട് പാടി കേട്ടോ, വെൽ ട്രെയിൻ, നന്നായിട്ട് ദൈവം സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ തുറന്ന് അനുഗ്രഹിക്കട്ടെ. കാരണം കൊട്ടാരക്കര എന്ന് പറയാമല്ലോ, അവിടെ പാട്ടുകാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞൊരു സ്ഥലമാണ്. കൊട്ടാരക്കര കൺവെൻഷൻ്റെ കൊയറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിമനോഹരമായി പാട്ട് പാടുന്നൊരു കൊയറാണ്.
അവരെ പോലെ തന്നെ ആ സ്റ്റാൻഡേർഡിനൊത്ത് തന്നെ ഇവർക്കും പാടുവാൻ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാടുവാൻ ഇടയായി അവർക്ക് ദൈവാനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ദൈവം തിരുനാളുകളും ധാരാളമായി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞൊരു സാരം, നമ്മുടെ തലമുറകൾ അവർ സഭകളിൽ പ്രോത്സാഹിക്കപ്പെടുവാൻ, അവരെ ആ നിലയിൽ ഉണർത്തുവാൻ, അവർക്ക് പ്രചോദനം നൽകുവാനായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ അത് ജ്വലിപ്പിക്കുവാനുള്ള സന്ദർഭങ്ങൾ, സഭായോഗങ്ങൾ നാം ഉണ്ടാക്കുന്നു. ഞായറാഴ്ച ഉണ്ടായിക്കൊള്ളണോ എന്നല്ല പറയുന്നത്, അല്ലാതുള്ള മറ്റു മീറ്റിങ്ങുകളുണ്ടല്ലോ. ആ അവസരങ്ങളിലൊക്കെ അവർക്ക് വേണ്ടുന്ന പ്രചോദനങ്ങൾ നൽകുവാൻ, പ്രോത്സാഹനം നൽകുവാൻ പ്രാദേശിക സഭകൾ ഒക്കെ ഇടയാകണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു 10-15 വർഷം കഴിയുമ്പോൾ ശുശ്രൂഷ ചെയ്യുവാൻ ആരുമില്ലാത്തൊരവസ്ഥ സംജാതം. സുവിശേഷകന്മാരില്ല, ശുശ്രൂഷകന്മാരില്ല. അങ്ങനെയുള്ള എത്രയോ സഭകൾ നമുക്കറിയാം. കൊട്ടാരക്കരയുള്ള മിക്കവാറും ചുറ്റുപാടുള്ള സഭകളൊക്കെ ഓരോ ആവശ്യത്തിന് എന്നെ വിളിക്കാറുണ്ട്. എനിക്ക് തന്നെ പല പ്രാദേശിക സഭയാ നിലയിൽ അറിയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സാധനം, നമ്മുടെ യുവതലമുറയെ നമ്മൾ മോൾഡ് ചെയ്ത് ആത്മീയമായ വീക്ഷണത്തോടുകൂടെ ആത്മീയമായ താല്പര്യം നൽകുകയും അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുകയും ചെയ്യുവാനുള്ള ഒരു വിളനിലയമാണ് പ്രാദേശിക സഭ. ദൈവം ധാരാളമായി ആ നിലയിൽ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാദേശിക സഭകളുടെ മീറ്റിങ്ങുകൾ, ബൈബിൾ ക്ലാസുകൾ, അതുപോലെ പ്രാർത്ഥനാ യോഗങ്ങൾ, സൺഡേ സ്കൂള്, ഇതൊക്കെ നമ്മുടെ പ്രാദേശിക സഭയുടെ അഭിവൃദ്ധി കാരണമായി തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആ നിലയിൽ സഹായിക്കണം. നമ്മുടെ പ്രാദേശിക സഭകളൊക്കെ ആ നിലയിൽ ഇടയാകട്ടെ. ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, ഞാൻ പറഞ്ഞില്ല എൻ്റെ വല്യമ്മച്ചി കുമ്പനാട്ടുകാരിയാണ്. അപ്പോൾ എൻ്റെ വല്യമ്മച്ചിക്ക് എല്ലാ പാട്ടും അറിയാം. അപ്പം പാട്ടും അറിയാം, വാക്യങ്ങളൊക്കെ കാണാതെ അറിയാം. അപ്പൊ എൻ്റെ അമ്മയും എൻ്റെ അമ്മാച്ചന്മാർ 2 പേരുണ്ട്. അവർ പറയാറുണ്ട്, രാത്രിയിൽ ഒരു പുതിയ പാട്ട് പാടാതെ അല്ലെങ്കിൽ വാക്യം കാണാതെ പറയാതെ അവർക്ക് കഞ്ഞി കൊടുക്കത്തില്ല. ഇപ്പോഴും എൻ്റെ അമ്മാച്ചന്മാരുണ്ട്. ഒരാൾ കുമ്പനാട്ടനുണ്ട്, ചോദിച്ചു നോക്കിയാൽ മതി. ഒരാൾ കൊട്ടാരക്കരയുണ്ട്. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇന്ന് അതെല്ലാം അന്യം നിന്ന് പോവുകയാണ്. കുടുംബ പ്രാർത്ഥനകളില്ല, ദൈവോധന പാരായണമില്ല, എല്ലാം ഇൻസ്റ്റന്റാ, മൊബൈലിലല്ലേ. എല്ലാവരും കുനിഞ്ഞിരിക്കുക ഇന്ന്. അതുകൊണ്ട് എല്ലാവർക്കും പെടലിക്കാ പ്രശ്നം, സ്പോണ്ടിലോസിസാ പ്രശ്നമാണ്. ഡോക്ടറോട് ഇരിപ്പുണ്ടല്ലോ, എല്ലാവരുടെയും പ്രശ്നമല്ല. പ്രിയമുള്ളവരെ, നാം അതിഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തലമുറകളെ ഓർക്കുവാൻ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയാകണം. ആ നിലയിൽ കർത്താവ് നമ്മെ സഹായിക്കും. നമ്മുടെ ആരാധനയോഗം, നമ്മുടെ ബൈബിൾ ക്ലാസ്സുകൾ, നമ്മുടെ പ്രാർത്ഥനായോഗം, നമ്മുടെ സഭയുടെ എല്ലാ ആക്ടിവിറ്റീസും, അതുപോലെ യൂത്ത് മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, സൺഡേ സ്കൂൾ ആയിക്കൊള്ളട്ടെ, പ്രാദേശിക സഭയിൽ ഉണ്ടാകുന്ന എല്ലാ മീറ്റിങ്ങുകളും അത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, അനേകരുടെ പ്രോത്സാഹനത്തിന് കാരണമായി തീരുവാൻ ഇടയാകണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും സ്തോത്രത്തിലൂടെയും ആ നിലയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് ഇടയാകും. സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. എബ്രായ ലേഖനം 10-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ഭക്തിയോടെ ജീവിക്കുവാൻ, ലോകം നമ്മളെ കാണുന്നു, ലോകം നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് മറക്കാതെ ജീവിക്കുവാൻ നമുക്കിടയാണ്. മാത്രമല്ല, പ്രാദേശിക സഭകളിൽ ആത്മീയ വർധന ഉണ്ടാകണം. ആത്മീയ വർധന അല്ലെ, പല സഭകളിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പൊതുവിൽ അത് ഇങ്ങനെയാണ്. മിക്കവാറും അങ്ങനെയുള്ള സഭകളിലെ പ്രശ്നങ്ങളിൽ ആരാധന കർത്തൃമേശ കഴിഞ്ഞാൽ പിന്നെ അവിടെ ചർച്ച അത് അനുവദനീയമല്ല. ഞായറാഴ്ച കർത്താവിനെ ആരാധിക്കാനുള്ള സമയം. ചർച്ച ചെയ്യണമെങ്കിൽ, കാര്യങ്ങൾ ആലോചിക്കണമെങ്കിൽ മറ്റൊരു ദിവസം കൂടുക, അല്ലെങ്കിൽ അത് വൈകിട്ട് കൂടുക. അത് ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്, ആത്മീയ വർധന വരുത്തുവാനുള്ള സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് ചർച്ച ചെയ്യല്ലേ പ്രിയമുള്ളവരെ, വളരെ വിനയത്തോടെ ഓർപ്പിക്കുന്നു. അവരിതെ കണ്ട് മനമെടുത്തു പോകും. കർത്താവ് നമ്മെ സഹായിക്കും. ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം അത് നിമിത്തം നയിക്കുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് നമ്മെ ഏവരെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ്
നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. യാതൊരു സംശയമില്ല. നമ്മുടെ പ്രാദേശിക സഭകളൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് നീങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാകട്ടെ. ഈ വചനങ്ങൾ ആണല്ലേ ദൈവം തുറന്ന് നമുക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ. കർത്താവ് താമസിക്കുന്നതിൽ നാളെ നമുക്ക് വീണ്ടും കൂടി ഇതിന്റെ തുടർന്നുള്ള പഠനം നമുക്കതിലായിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ.